ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം കൂടുതൽ കടുപ്പിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 50ഓളം പേർ കൊല്ലപ്പെട്ടു. രക്ഷാപാത അടച്ചതോടെ അൽ റഷീദ് റോഡിൽ ആയിരങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. പലായനത്തിനിടെ 20 പേർ കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. അതിനിടെ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായാണ് വിവരം. അത്യാധുനിക പോർ ഹെലികോപ്റ്ററുകളും കവചിത വാഹനങ്ങളും അടങ്ങിയ ആയുധങ്ങൾ നൽകാനാണ് യുഎസിന് നീക്കമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, ഗാസയിൽ നിന്നുള്ള കണ്ണീരിന്റെ കാഴ്ചകൾ കണ്ട് നമ്മൾക്ക് മടുത്തതാണ്. ഇപ്പോഴിതാ ഈ യുദ്ധം അവസാനിപ്പിക്കാനല്ല, അത് കൂടുതൽ ശക്തമാക്കാനുള്ളൊരു നീക്കം, അതിനുള്ളൊരു സഹായം, കൂടുതൽ സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നു എന്നുള്ള സൂചനകളാണോ വരുന്നത്? ഭവ്യ, ഇപ്പോൾ ഇസ്രായേൽ സേന ഗാസ പൂർണ്ണമായിട്ട് വളഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സേന ആക്രമണം മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ കടുപ്പിച്ചിരിക്കുകയാണ്. 2 വർഷത്തിനിടെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. വ്യോമാക്രമണവും അതുപോലെ തന്നെ സൈന്യം പൂർണ്ണമായിട്ട് വളഞ്ഞ് അവരുടെ ടാങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പീരങ്കി ആക്രമണവും ഇതെല്ലാം ശക്തമാക്കിയിട്ടുണ്ട്. നഗരത്തിലാണ്, ഗാസ സിറ്റിയിലാണ് ഇപ്പോൾ നിലവിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാസ നഗരത്തിൽ മാത്രം ഇപ്പോൾ 6 ലക്ഷത്തിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേൽ സേന ഇവരോട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് കാരണം റോഡുകളും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും ബ്ലോക്കായി ആളുകൾക്ക് എങ്ങോട്ടും ചലിക്കാനാകാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ സേനയുടെ ആ ഒരു ഭീഷണിക്ക് വഴങ്ങി ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ, കൃത്യമായി പറഞ്ഞാൽ 4,80,000 ആളുകൾ ഗാസയിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഇപ്പോഴും നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36 പേരാണ് വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ പോഷകാഹാര കുറവ് കാരണം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർ മരിച്ചിട്ടുണ്ട്. ഇതോടെ അവിടെ പട്ടിണി കാരണം മാത്രം മരിക്കുന്നവരുടെ എണ്ണം 440 ആയിട്ടുണ്ട്. ഇതിൽ 147 പേരും കുട്ടികളാണ് എന്നുള്ളതാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ മരണസംഖ്യ 65,000-ന് മുകളിൽ പോയിട്ടുണ്ട്. വളരെ കടുത്ത രീതിയിലുള്ളൊരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഗാസ സിറ്റി പൂർണ്ണമായിട്ടും പിടിച്ചടക്കും എന്ന് പറയുന്ന ഒരു പ്രമേയം അത് കഴിഞ്ഞ മാസമായിരുന്നു ഇസ്രായേൽ പാർലമെന്റിൽ പാസ്സാക്കിയത്. അപ്പോൾ ഇത് നടപ്പിലാക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ പ്രസ്താവന പറഞ്ഞത്. അത് സത്യമാണ് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്. ഗാസ പൂർണ്ണമായി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ സേന എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സഹായം യുഎസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നൽകുന്നു. അതുമാത്രമല്ല, അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയ ആയുധങ്ങൾ നൽകാനാണ് യുഎസിന് നീക്കമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.